ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഹസാർഡ്സ് ആണ്. അപ്പോൾ ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ ഹസാർഡ് ഇസ് എ കണ്ടീഷൻ ഇൻ വിച്ച് എ ചേഞ്ച് ഇൻ എ സിംഗിൾ വേരിയബിൾ പ്രൊഡ്യൂസസ് എ മൊമെൻ്ററി ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വെൻ നോ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഷുഡ് ഒക്കർ. അതായത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ഈ സർക്യൂട്ടിന് 3 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിലെ ഒരു ഇൻപുട്ട് നമ്മൾ ചേഞ്ച് ചെയ്തു. പക്ഷെ എന്നാലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു ഇൻപുട്ട് ചേഞ്ച് ചെയ്താലും ഇതിൻ്റെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യാൻ പാടില്ല. പക്ഷേ ഈ സർക്യൂട്ടിൽ എന്താ ഒരു ഹസാർഡ് ഉണ്ടാവുക എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ആ ഇൻപുട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈമിന്, അതായത് ഒരു ചെറിയ എമൗണ്ട് ഓഫ് ടൈമിന് പെട്ടെന്ന് ആ ഔട്ട്പുട്ട് ചേഞ്ച് ആവും, എന്നിട്ട് പഴയ ഔട്ട്പുട്ട് തന്നെ വീണ്ടും വരും. അതാണ് ഹസാർഡ് എന്ന് പറഞ്ഞാൽ. ഹസാർഡ് 2 തരത്തിലുണ്ട്, സ്റ്റാറ്റിക് ഉണ്ട്, ഡൈനാമിക് ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ആ എക്സാമ്പിൾ കാണിക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് സ്റ്റാറ്റിക് 1 സ്റ്റാറ്റിക് 0 കൂടി ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എന്താണ് കാര്യങ്ങൾ നല്ലപോലെ മനസ്സിലാക്കാം. സ്റ്റാറ്റിക് 1 ഹസാർഡ് എന്താന്ന് പറഞ്ഞാൽ, ഇഫ് ദി ഔട്ട്പുട്ട് മൊമെൻ്ററി ഗോസ് ടു 0 വെൻ ഇറ്റ് ഷുഡ് റിമെയിൻ അറ്റ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ ഓഫ് 1, the circuit is said to be having a static 1 hazard. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളൊരു ഇൻപുട്ട് ചേഞ്ച് ചെയ്താലും നമ്മൾ ആ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സ്റ്റാറ്റിക് 1 ഹസാർഡ് പറഞ്ഞാൽ എന്താ, ഇവിടെ നമുക്ക് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 1 ആണ്. പക്ഷെ അതൊരു മൈന്യൂട്ട് എമൗണ്ട് ഓഫ് ടൈമിന് അത് 0 ആയി മാറും. ഔട്ട്പുട്ട് മൊമെൻ്ററി ഗോസ് ടു 0 വെൻ ഇറ്റ് ഷുഡ് റിമെയിൻ അറ്റ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ ഓഫ് 1. ഈ 1 ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, പക്ഷെ ഒരു ചെറിയൊരു എമൗണ്ട് ഓഫ് ടൈമിന് അത് 0 ആയി പോകും. അപ്പോൾ അതിനാണ് സ്റ്റാറ്റിക് 1 ഹസാർഡ് എന്ന് പറയുക. സ്റ്റാറ്റിക് 1 ഹസാർഡിൽ കോൺസ്റ്റൻറ്റ് വാല്യൂ 1 ആണ്, അത് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈമിന് വേണ്ടിയിട്ട് അത് 0 ആയി മാറും. അപ്പോൾ അതാണ് എന്ത് സ്റ്റാറ്റിക് 1 ഹസാർഡ്. ഈ സ്റ്റാറ്റിക് 0 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് 0 ആയിരിക്കും, പക്ഷെ ഒരു ചെറിയൊരു എമൗണ്ട് ഓഫ് ടൈമിന് അതെന്തായി മാറും, 1 ആയി മാറും. ഇതാണ് എഴുതിയിരിക്കുന്നത്. ഇഫ് ദി ഔട്ട്പുട്ട് മൊമെൻ്ററി ഗോസ് ടു 1 വെൻ ഇറ്റ് ഷുഡ് റിമെയിൻ അറ്റ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ ഓഫ് 0, ദ സർക്യൂട്ട് ഈസ് സെഡ് ടു ഹാവ് എ സ്റ്റാറ്റിക് 0 ഹസാർഡ്. അതിൻ്റെ ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റാറ്റിക് 1 ഹസാർഡ്. സ്റ്റാറ്റിക് 1 ഹസാർഡ്. അപ്പോൾ ഇതിലെന്താ കണ്ടോ, ആ ഒരു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട്, ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 1 ആണ്, പക്ഷെ ഒരു ചെറിയ എമൗണ്ട് ഓഫ് ടൈമിന് അത് 0 ആവണമുണ്ട്. അത് സ്റ്റാറ്റിക് 1 ഹസാർഡ്. അപ്പുറത്ത് തന്നെ സ്റ്റാറ്റിക് 0 ഹസാർഡും കൊടുത്തിട്ടുണ്ട്. അതെന്താ, അതിൻ്റെ എക്സ്പെക്റ്റ് ചെയ്യുന്ന, നമ്മളെപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 0 ആണ്, അത് പെട്ടെന്ന് 1 ആയിട്ട് അത് വീണ്ടും 0 തന്നെയായി മാറുന്നു. അതാണ് സ്റ്റാറ്റിക് 0 ഹസാർഡ്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം എക്കും ബിക്കും സിക്കും 1 1 1 എന്നുള്ള ഇൻപുട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും നോക്കാം. അപ്പോൾ ഇവിടെ എയും ബിയും 1 1, ഇതൊരു എന്ത് ഗേറ്റാ, ആൻഡ് ഗേറ്റാ. അപ്പോൾ 1 × 1 നമുക്ക് എന്ത് കിട്ടും, 1 തന്നെ കിട്ടും. അത് ഓക്കെ, ഇതുവരെ പോയി, 1 വരെ പോയി. പിന്നെ ഇതും നമ്മൾ 1 ആക്കിയിട്ട് കൊടുത്തത്, ഇതും 1 ആക്കിയിട്ട് കൊടുത്തത്. അപ്പോൾ 1 ഒരു നോട്ട് ഗേറ്റ് കൂടെ പോകുമ്പോൾ അത് 0 ആവും. അപ്പോൾ 0. പിന്നെ സി ഓൾറെഡി 1 ആണ്, അപ്പോൾ 0 × 1 0 കിട്ടും. അതാണ് നമുക്ക് ഇവിടെ കിട്ടുക. ഇതൊരു എന്താണ്, ഓർ ഗേറ്റ് അല്ലേ, അപ്പോൾ ഓർ ഗേറ്റിൽ ആഡ് ചെയ്യുക. അപ്പോൾ 1 + 0 എന്ത് കിട്ടും, 1 നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, എക്കും ബിക്കും സിക്കും 1 കൊടുത്തു. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 1 ആയിട്ട് കിട്ടി. ഇനി നമ്മളിതിൻ്റെ ബീൻ്റെ വാല്യൂ ഉണ്ടല്ലോ, ബി ഓൾറെഡി ഇപ്പോൾ 1 ആയിരുന്നു, അതിന് നമ്മൾ 0 ആക്കി മാറ്റാൻ പോവുക. എയും സിയും 1 ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും, നമ്മൾ ബിക്ക് 0 കൊടുക്കാൻ പോവുക. അപ്പോൾ എ 1 തന്നെ, ഇനി ബി 0 ആകട്ടോ, ബി 0. അപ്പോൾ 1ഉം 0യും എന്താവും, 1 0 ഇൻറ്റു ചെയ്താൽ 0 ആവും. ഇത് 0. അതിന് ശേഷം ഇത് ഇപ്പോൾ 0 ആണ്, അപ്പോൾ 0 ഒരു നോട്ട് ഗേറ്റ് കൂടെ പോകുമ്പോൾ അത് 1 ആവും. പിന്നെ ഇത് ഓൾറെഡി 1, അപ്പോൾ 1 × 1 ഇത് 1 ആവും. അപ്പോൾ 1 + 1 അപ്പോഴും 1. അപ്പോൾ ഈ ഒരു ഇൻപുട്ട് മാറിയാലും നമുക്ക് ഔട്ട്പുട്ട് എന്ത് തന്നെയാണ് കിട്ടണത്, 1 തന്നെയാണ് കിട്ടണത്. അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമ്മൾ ഹസാർഡിൻ്റെ ഡെഫിനിഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, നമ്മൾ കുറച്ച് ഇൻപുട്ട് കൺസിഡർ ചെയ്തു, അതിനൊരു ഔട്ട്പുട്ട് ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ ചേഞ്ച് ചെയ്താൽ പോലും നമ്മുടെ ഔട്ട്പുട്ട് മാറുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഇതിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്.
അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ എവിടെയാണ് ഡിലേ ഇവിടെ എവിടെയാണ് ഈ ഹസാർഡ് വരുന്നത് എന്നാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റത്തെ കണ്ടീഷൻ തന്നെ കൺസിഡർ ചെയ്തു. നമ്മൾ എക്കും ബിക്കും സിക്കും 1 കൊടുക്കാൻ പോവാണ്. അപ്പോൾ എക്കും ബിക്കും 1 കൊടുക്കുമ്പോൾ ഇവിടെ 1, പിന്നെ ഈ ഒരു ബിക്കും സിക്കും 1 കൊടുക്കുമ്പോൾ ഈ ഒരു ഇത് 0 ആവും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ബീൻ്റെ വാല്യൂ 0 ആക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 പാത്ത് നമുക്ക് കാണാം. അതായത് ഈ ഒരു പാത്തുണ്ട്, പിന്നെ അതുപോലെ ഇവിടെ വേറെ ഒരു പാത്തുണ്ട്. ഈ പാത്ത് 1ൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ ഇവിടെ ആകെ 2 ഗേറ്റ്സേ ഉള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ 3 ഗേറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഗേറ്റ്സ് കൂടുന്തോറും പ്രൊപ്പഗേഷൻ ഡിലേയും കൂടും. അപ്പോൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പ്രൊപ്പഗേഷൻ ഡിലേ കൂടിയാൽ നമ്മളൊരു ഇൻപുട്ട് ചേഞ്ച് ആക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് വരാൻ കുറച്ചും കൂടി താമസമാണ്. അപ്പോൾ ഫസ്റ്റത്തെ കണ്ടീഷനിൽ നമ്മൾ എക്കും ബിക്കും 1 കൊടുത്തപ്പോൾ മൊത്തം എല്ലാ ഇൻപുട്ടിനും 1 കൊടുത്തപ്പോൾ ഇതെന്തായി 1 1 ഓൾറെഡി 1. ഇനി ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ബിക്കും സിക്കും 1 കൊടുത്തപ്പോൾ അത് 0 ആയി. അതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ബീനെ നമ്മൾ 0 ആക്കാൻ പോവാണ്. ബീനെ 0 ആക്കുമ്പോൾ ഇവിടെ പ്രൊപ്പഗേഷൻ ഡിലേ കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ A1ഉം B 0 ആകുമ്പോൾ ഇവിടെ പെട്ടെന്ന് അത് 0 ആവും. പക്ഷെ അത്രയും പെട്ടെന്ന് ഇവിടുത്തെ ചേഞ്ച് വരില്ല, കാരണം ഇവിടെ ഒരു ഗേറ്റും കൂടി കൂടുതലാണ്. അപ്പോൾ ഇത് കൂടെ കടന്നിട്ട് വേണം അതിന് ഈ ഗേറ്റിലോട്ട് എത്താൻ. അപ്പോൾ ഇതിൻ്റെ അത്ര സ്പീഡിൽ ഇവിടെ ചേഞ്ച് സംഭവിക്കില്ല. അപ്പം മുന്നേ എന്തായിരുന്നു, ഇവിടെ മുന്നേ 0 ആയിരുന്നു, നമുക്ക് കിട്ടിയത് 0 ആണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈമിൽ ഇതിൻ്റെ ഔട്ട്പുട്ടും 0 ആവും, ഇതിൻ്റെ ഔട്ട്പുട്ടും 0 ആവും. അങ്ങനെയാണ് നമുക്കൊരു ചെറിയ എമൗണ്ട് ഓഫ് ടൈമിന് ഇവിടെ 0 ആയിട്ട് കിട്ടണത്. ഇതാണ് സ്റ്റാറ്റിക് 1 ഹസാർഡ്. അതാണ് പറഞ്ഞത്. പിന്നെ ആ ഒരു പ്രൊപ്പഗേഷൻ ഡിലേ അത് കഴിയുമ്പോൾ ഇതെന്തായിരിക്കും 1 ആവും. അപ്പോൾ 1 + 1 നമുക്കിവിടെ 1 കിട്ടും. അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് എന്തായി 1 തന്നെയായി. പക്ഷേ ആ ഒരു പ്രൊപ്പഗേഷൻ ഡിലേ കാരണം ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈമിൽ എന്ത് സംഭവിക്കും, അവിടെ 0 ആവും. അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് 1 ആണ്, പക്ഷെ ഒരു ചെറിയ എമൗണ്ട് ഓഫ് ടൈമിന് എന്താവും, അത് 0 ആവും. അപ്പോൾ ഇതിനാണ് എന്തെന്ന് പറയുക, സ്റ്റാറ്റിക് 1 ഹസാർഡ് എന്ന് പറയാം. മനസ്സിലായില്ലേ? ഇനി നമ്മൾ സ്റ്റാറ്റിക് 0 ഹസാർഡ് ഇതുപോലെ ഡിസ്കസ് ചെയ്യാം. ഇനി സ്റ്റാറ്റിക് 0 ഹസാർഡ്. സ്റ്റാറ്റിക് 0 ഹസാർഡിൽ നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും സിക്കും 0 കൊടുക്കലാണ്. അപ്പോൾ നമ്മൾ A0 B0 C0. ഇപ്പോൾ എയും ബിയും 0 ആയ കാരണം ഇതൊരു OR ഗേറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റത്തെ ഇൻപുട്ട് 0 ആവും. പിന്നെ B 0 ആണ്, സിയും 0 ആണ്. അപ്പോൾ ഒരു നോട്ട് ഗേറ്റ് കൂടെ കടന്ന് പോകുമ്പോൾ ഇത് 1 ആവും, ഇത് 0 ആണ്. ആഡ് ചെയ്യാൻ കാരണം ഫസ്റ്റ് നമുക്കിത് 1 എന്ന് കിട്ടും. ഇതൊരു ആൻഡ് ഗേറ്റ് ആയ കാരണം 0 × 1 ഫസ്റ്റത്തെ ഔട്ട്പുട്ട് 0 ആയിട്ട് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അത് ബീൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ബി നമ്മൾ 1 ആക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ എന്താ A0 B1. അപ്പോൾ ഒരു OR ഗേറ്റ് കൂടെ കടന്ന് പോകുമ്പോൾ ഈ 0 എന്നുള്ളത് 1 ആയി മാറും. ഇതൊരു നോട്ട് ഗേറ്റ് ആണ്. അപ്പോൾ 1 ഉള്ളത് ഇവിടെ 0 ആവും. ഇവിടെ ഓൾറെഡി 0 ആണ്. അപ്പോൾ 0 + 0 ഇത് 0 ആവും. അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ആൻഡ് ഗേറ്റ് അല്ലേ, അപ്പോൾ ഇത് 1 ഇത് 0 ആയി. അപ്പോൾ 1 × 0 0. അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് 0 ആണ് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ സ്റ്റാറ്റിക് ഹസാർഡിൽ എന്താണ്, നമ്മുടെ ഔട്ട്പുട്ട് 0 ആണ്. ഇനി ഇവിടെ എവിടെയാണ് ഹസാർഡ് വരുന്നത്? അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സർക്യൂട്ടിലെ 2 പാത്താണ് വരുന്നത്. ഒരെണ്ണം ഇത്, രണ്ടാമത്തെ ഇത്. അപ്പോൾ നമ്പർ ഓഫ് ഗേറ്റ്സ് കൂടുന്തോറും പ്രൊപ്പഗേഷൻ ഡിലേ കൂടുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഈ ഒരു പാത്തിൽ പ്രൊപ്പഗേഷൻ ഡിലേ കുറവായിരിക്കും, കാരണം അവിടെ 2 ഗേറ്റേ ഉള്ളൂ. പക്ഷേ അതുപോലെയല്ല ഇവിടെ ഒരു ഗേറ്റ് എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രൊപ്പഗേഷൻ ഡിലേ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ ഇനി ഒരു പോയിന്റ് ഓഫ് ടൈം നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടുത്തെ പ്രൊപ്പഗേഷൻ ഡിലേ കുറവാണ്, ഇവിടുത്തെ പ്രൊപ്പഗേഷൻ ഡിലേ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ തന്നെ നമ്മൾ കൺസിഡർ ചെയ്തു. ഒക്കേന് 0 കൊടുത്തു. അപ്പോൾ ഇവിടെ എന്താണ്, ഇപ്പോൾ 0 + 0 ഇവിടെ 0 ആണ്. അതുപോലെ ഇവിടെ നോക്കുക, ഇവിടെയാണെങ്കിലോ ഇവിടെ 0 0. അപ്പോൾ ഇത് 1 ആവും. അപ്പോൾ ഇത് 1. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കണ്ടീഷനിൽ ഇവിടെ 0യും ഇവിടെ എന്താണ് 1 ആണ്. അങ്ങനെയാണ് ഇത് ഈ ഒരു ഔട്ട്പുട്ട് 0 ആവണത്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മുടെ ബീൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പോവാണ്, അത് 1 ആക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ പെട്ടെന്ന് നമ്മുടെ ഔട്ട്പുട്ട് ചേഞ്ച് ആവും, കാരണം ഇവിടുത്തെ പ്രൊപ്പഗേഷൻ ഡിലേ കുറവാണ്. അപ്പോൾ എക്കും ബിക്കും നമ്മൾ എക്ക് 0യും ബിക്ക് 1ഉം കൊടുക്കുമ്പോൾ 1 + 0 എന്തായിരിക്കും
ഇവിടെ 0 തന്നെ, ഒരു വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുക, പക്ഷേ ഈ ഒരു പാത്തിൻ്റെ പ്രൊപ്പഗേഷൻ ഡിലേ കൂടുതലായ കാരണം മുന്നേ ഏതാണോ ഇതുണ്ടായിരുന്നത്, അയ്യോ സോറി ഞാൻ പറഞ്ഞു മാറിപ്പോയി, ഇവിടെ 1 ആണ് കേട്ടോ ഫസ്റ്റ് ഉണ്ടാവുക. അതായത് ഇവിടെ ഇവിടെ 0 ആയി, പിന്നെ നമ്മൾ ഇൻപുട്ട് ചേഞ്ച് ആയി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന് 0യും ബിക്ക് 1ഉം, അപ്പോൾ 1 + 0 എന്ന് പറഞ്ഞാൽ 1 കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇവിടെ 1 ആണ്. നമ്മൾ ബീൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തപ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്തായി കിട്ടി, 1 ആയിട്ട് നമുക്ക് കിട്ടി. പക്ഷേ ഇപ്പം തന്നെ ഈ ഒരു ചേഞ്ച് ഈ ഒരു പാത്തിൽ നടക്കില്ല, കാരണം ഇവിടുത്തെ പ്രൊപ്പഗേഷൻ ഡിലേ കൂടുതലാണ്. അപ്പം മുന്നത്തെ ഔട്ട്പുട്ടായിട്ട് എന്താണോ ഉണ്ടായിരുന്നത്, അതായത് നമ്മൾ ബിയുടെ വാല്യൂ 0 ആകുമ്പോൾ എന്താണോ നമ്മുടെ ഔട്ട്പുട്ട് ഉണ്ടായിരുന്നത് അതിൽ തന്നെ ഇപ്പോൾ അത് റിമെയിൻ ചെയ്യും. അതായത് ഇതിൻ്റെ ആദ്യത്തെ ഔട്ട്പുട്ട്, അപ്പോൾ അതിപ്പോഴും 1 ആണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ അത് 1 ആയി ചേഞ്ച് ചെയ്തു, ഇവിടെ 1 ആയിട്ട് റിമെയിൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് ആൻഡ് ഗേറ്റിലൂടെ കടന്നു പോകുമ്പോൾ 1 × 1 1 തന്നെ വരും. അവിടെയാണ് ഈ ഹസാർഡ് ഉണ്ടാകുന്നത്. പക്ഷെ ആ ഒരു പ്രൊപ്പഗേഷൻ ഡിലേ മാറുമ്പോൾ അതെന്തായി മാറും, 0 ആയി മാറും. ഇവിടുത്തെ ആ ഒരു ഗേറ്റിലൂടെ കടന്നു വന്ന് ഇതിലൂടെ പോകുമ്പോൾ അത് 0 ആവും. പക്ഷെ അതിന് മുന്നേ, ആ ഒരു പ്രൊപ്പഗേഷൻ ഡിലേക്ക് മുന്നേ ഇത് രണ്ടും കൂടിയിട്ടൊരു പോയിന്റിൽ 1 ആവുമ്പോൾ അവിടെ ഒരു ഹസാർഡ് അറൈസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്, എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരുന്നു. പക്ഷേ ഒരു എമൗണ്ട് ഓഫ് ടൈം, ഒരു ചെറിയൊരു മൊമെൻ്റ് ഓഫ് ടൈമിൽ അതെന്തായിരിക്കും, ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അത് 1 ആയി മാറും. അപ്പോൾ നമ്മൾ 0 1 ആയി വീണ്ടും 0 ആക്കി തന്നെ വന്നു. അതിനാണ് നമ്മൾ സ്റ്റാറ്റിക് 0 ഹസാർഡ് എന്ന് പറയും. അപ്പോൾ അത്രയേ ഉള്ളൂ സ്റ്റാറ്റിക് ഹസാർഡ്.